വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ ചോക്ക് പെയിൻറ് റെഡിയാക്കി എടുക്കാം എന്നാണ് കാണിക്കുന്നത്. ഈ ഒരു ബോട്ടിലാണ് ഞാൻ പെയിൻറ് ഉണ്ടാക്കുന്നത്. ഇത് അക്രിലിക് പെയിൻറ്റിൻ്റെ ഒഴിഞ്ഞ ബോട്ടിലാണ്. അപ്പോൾ പെയിൻറ് ഉണ്ടാക്കാനായിട്ട് ഞാൻ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ടാൽക്കം പൗഡറൊക്കെ എടുക്കാം. പ്ലാസ്റ്റർ ഓഫ് പാരീസിൻ്റെ കൂടെ നമുക്ക് വേണ്ടത് അക്രിലിക് പെയിൻ്റ് ആണ്. ഞാൻ ബ്ലൂ കളർ അക്രിലിക് പെയിൻറ് കൊണ്ടാണ് ചെയ്യുന്നത്. വൈറ്റ് കളറൊക്കെ ചെയ്താലും മതി. അപ്പോൾ ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു പെയിൻറ് എടുക്കുക. അപ്പോൾ ആദ്യം തന്നെ ബോട്ടിലിലേക്ക് ഞാൻ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2 സ്പൂൺ പ്ലാസ്റ്റർ ഓഫ് പാരീസും 4 സ്പൂൺ അക്രിലിക് പെയിൻറ്റുമാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ പ്ലാസ്റ്റർ ഓഫ് പാരീസ് എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ ഇരട്ടിയാണ് പെയിൻറ് എടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇത്രയും പ്ലാസ്റ്റർ ഓഫ് പാരീസ് ബോട്ടിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പെയിൻറ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പ്ലാസ്റ്റർ ഓഫ് പാരീസ് നന്നായിട്ട് അരിച്ചെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ തരിയും കട്ടയൊക്കെ ഉണ്ടാവും. ഇനി നമുക്ക് പെയിൻറ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ 4 സ്പൂൺ പെയിൻറ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പെയിൻറ് ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനൊരു ബ്രഷ് വെച്ചിട്ടാണ് ഇത് മിക്സ് ചെയ്തെടുക്കുന്നത്. ബ്രഷിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ടാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ വല്ലാതെ തിക്കായിട്ട് തോന്നുകയാണെങ്കിൽ 1-2 ഡ്രോപ്പ് വെള്ളം ഒഴിച്ച് നമുക്ക് എടുക്കാം. ഇപ്പോൾ പെയിൻറ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഞാൻ ബോട്ടിലേക്കൊന്ന് അടിച്ച് കാണിക്കാം നിങ്ങളെ. അപ്പോൾ ഇത് ശരിക്കും നമ്മുടെ ബോട്ടിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും നല്ലൊരു മാറ്റ് ഫിനിഷിങ്ങിലാണ് ഇത് ഇരിക്കുന്നത്. സാധാരണ നമ്മൾ അക്രിലിക് പെയിൻ്റൊക്കെ അടിക്കുമ്പോൾ ഒരു ഗ്ലോസി ആയിട്ടായിരിക്കും, ഗ്ലേസിങ് ഉണ്ടാവും. പക്ഷേ ഈ ഒരു ചോക്ക് പെയിൻറ്റിൻ്റെ ഒരു പ്രത്യേകത ഇത് മാറ്റ് ഫിനിഷിങ്ങിലാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ബോട്ടിൽ അടിച്ച് കഴിഞ്ഞിട്ട് സാധാരണ പെയിൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ വാർണിഷ് അടിക്കാറുണ്ട്. ഇതിന് പക്ഷേ വാർണിഷൊന്നും അടിക്കേണ്ട കാര്യമില്ല, കാരണം ഇത് മാറ്റ് ഫിനിഷിങ്ങിലാണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ പറയുക, വിൻറ്റേജ് ബോട്ടിൽ ആർട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് ഇങ്ങനത്തെ ചോക്ക് പെയിൻറ് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പോൾ ഞാൻ ഈ ബോട്ടിലിൽ 2 കോട്ട് പെയിൻറ് അടിച്ച് ഡ്രൈ ആക്കിയതിന് ശേഷം നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പോൾ ഇതാ ഈ ബോട്ടിൽ ഞാൻ 2 കോട്ട് പെയിൻറ് അടിച്ച് ഡ്രൈ ആക്കി എടുത്തിട്ടുള്ളതാണ്. നല്ല ഫിനിഷിങ്ങിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്, നല്ല മാറ്റ് ഫിനിഷിങ്ങിലാണ് ഇപ്പോൾ ഇത് ഇരിക്കുന്നത്. അപ്പോൾ അതേപോലെ ഞാൻ വേറൊരു കളർ പെയിൻറ്റ് കൂടി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇത് 2 ഷെയ്ഡ് ഗ്രീൻ കൂടെ മിക്സ് ചെയ്തെടുത്തൊരു കളറാണ്. കുറച്ച് വൈറ്റും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പെയിൻറ്റ് നമുക്ക് ഈ ഒരു സ്റ്റൂളിൽ അടിച്ചു കൊടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് വീട്ടിൽ ഉണ്ടാക്കിയ ഒരു സ്റ്റൂളാണ്, പിള്ളേർക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു സ്റ്റൂളാണ്. അപ്പോൾ അത് വേറെ പെയിൻറ്റ് അടിക്കുക അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ ഇതിൽ ഈ ഒരു പെയിൻറ്റ് അടിച്ച് കാണിക്കാം. അപ്പോൾ ഇത് കണ്ടോ, ഇതേപോലത്തെ ഒരു സ്റ്റൂളാണ്, ചെറിയൊരു സ്റ്റൂളാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഈ പെയിൻറ്റ് ഞാൻ അടിച്ചു കാണിക്കാം. അപ്പോൾ ഈ ഫർണിച്ചറിൽ ഈ ഒരു ചോക്ക് പെയിൻറ്റ് അടിക്കുമ്പോഴാണ് ആ ചോക്ക് പെയിൻറ്റിൻ്റെ ആ ഒരു ശരിക്കുള്ള ഭംഗി നമുക്ക് കാണാൻ പറ്റുന്നത്. ബോട്ടിലൊക്കെ അടിച്ചാൽ അത്ര ഒരു ഇതുണ്ടാവുമെന്നറിയില്ല. ഇങ്ങനത്തെ ചോക്ക് പെയിൻറ്റ് കൊണ്ട് പെയിൻറ്റ് ചെയ്തിട്ടുള്ള ഫർണിച്ചറൊക്കെ നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് വീട്ടിൽ ഇങ്ങനത്തെ പെയിൻറ്റൊക്കെ തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഇങ്ങനത്തെ ചെറിയ ചെറിയ ഫർണിച്ചറൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഫ്ലവർ പോട്ടൊക്കെ വെക്കുന്നതോ അങ്ങനെ ബുക്കൊക്കെ വയ്ക്കാനൊക്കെ ആയിട്ട് ഇങ്ങനത്തെ ചെറിയ ചെറിയ അല്ലെങ്കിൽ കോർണർ ടേബിളൊക്കെ ഇങ്ങനെ പെയിൻറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും, ഒരു വിൻറ്റേജ് ലുക്കൊക്കെ ആയിരിക്കും കാണാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ചോക്ക് പെയിൻറ്റൊക്കെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പം ഞാൻ ആ സ്റ്റൂള് മുഴുവനൊന്ന് ഈ പെയിൻ്റ് ഒന്ന് അടിച്ചെടുക്കുകയാണ്. അപ്പം ഞാനിത് മുഴുവൻ അടിച്ചിട്ട് നിങ്ങളെ കാണിച്ചു തരാം അവസാനം എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ സ്റ്റൂളും അതുപോലെ തന്നെ നമ്മുടെ പെയിൻറ്റ് ചെയ്ത ബോട്ടിലും കൂടെ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയാണിത് കാണാനായിട്ട്. ഇത് വീഡിയോയിൽ കാണുന്നതൊക്കെ ഭംഗിയാണിത് നേരിട്ട് കാണുമ്പോൾ ഒരു നല്ലൊരു വിൻറ്റേജ് ലുക്കാണ് ഇത് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിലെ കോർണർ ടേബിളും അതുപോലെ തന്നെ ബുക്ക് ഷെൽഫൊക്കെ ഇതേപോലെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ല വിൻറ്റേജ് ലുക്കായിരിക്കും കാണാനായിട്ട്, ഒരു പ്രത്യേക ഭംഗിയായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അത് മാത്രമല്ല ഇത് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ ഒറ്റ വീഡിയോ പോലും നിങ്ങൾക്ക് മിസ്സാവാതെ കാണാനും പറ്റും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്. ടേക്ക് കെയർ. ബൈ.